الحمد لله الذي لم يلد ولم يولد ولم يكن له كفوا أحد نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ബഹുമാന്യരായ സഹോദരങ്ങളെ, സർവശക്തനും കാരുണ്യവാനുമായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ ഖുർആനും തിരുദൂതരുടെ സുന്നത്തും സമ്പൂർണമായി ജീവിതത്തിൽ പകർത്തി ഈമാനോടുകൂടി മരണം വരിച്ചു ഫിർദൗസിൽ ഒരുമിച്ചുകൂടാൻ റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ഇബാദുർ റഹ്മാൻ, കാരുണ്യവാന്റെ അടിമകൾ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന മഹത്തരമായ സ്വഭാവ ഗുണങ്ങളെ സംബന്ധിച്ചാണ് സൂറത്ത് ഫുർഖാനിലെ 63 മുതലുള്ള ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നാം മനസ്സിലാക്കി വന്നിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ വിനയമുള്ളവരും വിവേകമുള്ളവരുമായിരിക്കുമെന്നും അവർ രാത്രിയുടെ യാമങ്ങളെ പ്രാർത്ഥനാനിരതരായി കഴിച്ചുകൂട്ടുന്നവരാകുമെന്നും നരകീയ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുമെന്നും വിശദീകരിച്ച ശേഷം സാമ്പത്തിക രംഗത്ത് അവർ കാണിക്കുന്ന ശ്രദ്ധയും സൂക്ഷ്മതയും അള്ളാഹു നമുക്ക് വ്യക്തമാക്കി തന്നു. തുടർന്ന് അള്ളാഹുവിൻ്റെ ഈ ഇഷ്ടം നേടാൻ സാധിക്കുന്ന, പരലോകത്ത് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കരഗതമാകുന്ന അതീവ ഭാഗ്യവാന്മാരായ ആളുകളുടെ മറ്റൊരു സ്വഭാവം അള്ളാഹു എടുത്തു പറയുകയാണ്. അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മൗലികമായ കാര്യവുമാണ്. അള്ളാഹു പറയുന്നു, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ. ഈ ആയത്തിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായി എടുത്തു പറയുന്നത്. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിൻ്റെ കൂടെ മറ്റൊരു ഇലാഹിനോടും അവർ പ്രാർത്ഥിക്കുന്നവരല്ല എന്നതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം. സൃഷ്ടാവും സംരക്ഷകനുമായ നാഥന്റെ മുമ്പിൽ മാത്രം ദുആ സമർപ്പിക്കുക, ഹൃദയവേദനകളും യാതനകളും അവന്റെ മുമ്പിൽ തുറന്നു വെക്കുക. ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും നീക്കാൻ കഴിയുന്നവൻ അവൻ മാത്രമാണ് എന്നത് ഹൃദയം കൊണ്ട് ഉൾക്കൊണ്ട് അവന്റെ മുമ്പിൽ പ്രാർത്ഥന നടത്തുക. പരിശുദ്ധ ഇസ്ലാം ഈ വിഷയം വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. 3 തലങ്ങൾ ഈ കാര്യത്തിനുണ്ട് എന്നത് വിശുദ്ധ ഖുർആനിലെ വചനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവാണ് സൃഷ്ടാവ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾ മുസ്ലിമാവുകയില്ല.
അള്ളാഹുവിന് വേണ്ടിയാണ് എന്റെ ജീവിതമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാളുടെ ഇസ്ലാം പൂർത്തിയാവുകയില്ല. ഇസ്ലാമിന്റെ മൗലികമായ സത്ത എന്നത് തൗഹീദാണ്. തൗഹീദ് എന്ന വാക്കിനർത്ഥം ഏകപ്പെടുത്തൽ എന്നാണ്. ആ ഏകപ്പെടുത്തൽ അള്ളാഹുവിന്റെ എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഒരാൾ ചെയ്യുമ്പോഴേ ഈ പറഞ്ഞ ഗുണഗണങ്ങൾക്ക് അയാൾ ഉടമയായി തീരുന്നുള്ളൂ. ഒന്നാമത്തേത് തൗഹീദിനെ സംബന്ധിച്ചിടത്തോളം തൗഹീദുർ റുബൂബിയ്യത്താണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിലെ 62-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു, അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ, എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവ് അല്ലാഹുവാണ് എന്നുള്ളത്. നിർബന്ധപൂർവം നമ്മൾ ദിവസം അനുഷ്ഠിക്കുന്ന നമസ്കാരത്തിൽ അതിലെ നിർബന്ധമായ പ്രാർത്ഥന സൂറത്തു ഫാത്തിഹയിൽ 1-ാമത്തെ ആയത്തായി പ്രഖ്യാപിക്കുന്നത് എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. ലോകങ്ങളുടെ രക്ഷിതാവിനാകുന്നു സർവസ്തുതിയും എന്നത്. മഹാനായ മുഫസ്സിർ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇതിനെ വിശദീകരിച്ചു പറയുന്നു, വൽ ആലമീൻ ജംഉ ആലം വഹുവ കുല്ലു മൗജൂദിൻ സിവല്ലാഹി അസ്സ വജല്ല. ആലം എന്നതിന്റെ ബഹുവചനമാണ് ആലമീൻ എന്നത്. എന്താണ് അതുകൊണ്ടുള്ള വിവക്ഷ? കുല്ലു മൗജൂദിൻ സിവല്ലാഹി അസ്സ വജല്ല, ഉന്നതനും പ്രതാപശാലിയുമായ റബ്ബല്ലാത്ത എല്ലാം ആലമീൻ എന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. കാരണം അവയൊക്കെയും സൃഷ്ടികളാണ്. സൃഷ്ടികർത്താവ് ഏകനായ റബ്ബ് മാത്രം. അതുകൊണ്ട് അവന്റെ ആ ഏകത്വം തൗഹീദുർ റുബൂബിയ്യത്ത് ഉൾക്കൊള്ളുമ്പോഴേ ഒരാൾ യഥാർത്ഥ മുസ്ലിമായി തീരുന്നുള്ളൂ. രണ്ടാമത്തേത് തൗഹീദുൽ ഉലൂഹിയ്യ. വിശുദ്ധ ഖുർആൻ നൂറുകണക്കിന് ആയത്തുകളിലൂടെ അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. പ്രാർത്ഥനക്കർഹൻ അല്ലാഹു മാത്രമാണെന്നത് ഉൾക്കൊള്ളുക. നേർച്ച അവനു മാത്രമേ സമർപ്പിക്കപ്പെടാവൂ എന്നത് ഉൾക്കൊള്ളുക. ബലികൾ അവനു മാത്രമേ നൽകാവൂ എന്നത് ഉൾക്കൊള്ളുക. ഭരമേൽപ്പിക്കൽ അവന്റെ മുമ്പിൽ മാത്രമേ ചെയ്യാവൂ എന്നത് ഉൾക്കൊള്ളുക. ആഗ്രഹം പ്രകടിപ്പിക്കലും പ്രതീക്ഷകൾ സമർപ്പിക്കലും പ്രയാസങ്ങൾ നീങ്ങണമെന്നുള്ള പ്രതീക്ഷ വെച്ചു പുലർത്തലുമെല്ലാം അവനെന്ന ഏക കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കണം. വിശുദ്ധ ഖുർആനിൽ സൂറത്തു താഹയിൽ 14-ാമത്തെ ആയത്തിൽ കാണാം, അല്ലാഹു വളരെ കൃത്യമായി പഠിപ്പിച്ചു തരുന്നു. മൂസാ അലൈഹിസ്സലാമിനോട് നൽകുന്ന നിർദ്ദേശങ്ങളിൽ നമുക്ക് കാണാം, ഇന്നനീ അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. ആ താഴ്വാരത്തിലേക്ക് ചെന്ന വെളിച്ചം കണ്ടങ്ങോട്ട് ചെന്നപ്പോ ചെരിപ്പുകൾ അഴിച്ചുവെക്കാൻ വേണ്ടി കൽപ്പിച്ച് മുന്നോട്ട് കടന്നു വരാൻ ആവശ്യപ്പെട്ട ശേഷം അള്ളാഹ് നേരിട്ട് മൂസാ അലൈഹിസ്സലാമിന് നൽകുന്ന സന്ദേശമാണ്, ഇന്നനീ അനല്ലാഹ്, തീർച്ചയായും ഞാനാണ് അല്ലാഹ്, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ഇലാഹില്ല. അതുകൊണ്ട് ഫഅബ്ദുനി, എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം. വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി എന്ത് ചെയ്യണം? നമസ്കാരം നിർവഹിക്കുന്നവരുമാകണം എന്നതാണ്. ഇതേ കാര്യം തന്നെ ഇതേ സൂറത്തു ഫാത്തിഹയിൽ നമുക്ക് തുടർന്ന് കാണാം, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള പ്രഖ്യാപനം. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. സഹായതേട്ടത്തിന്റെ വിഷയമാകുമ്പോ, പ്രാർത്ഥനയുടെ വിഷയമാകുമ്പോ അല്ലാത്ത മറ്റൊരു കേന്ദ്രത്തിലേക്ക് ഞാൻ പോവുകയില്ല എന്നർത്ഥം. സൂറത്തു അംബിയാ 25-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു ബോധ്യപ്പെടുത്തി തരുന്നു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. പ്രവാചകരെ, താങ്കൾക്ക് മുമ്പും ഒരൊറ്റ പ്രവാചകനെയും നാം അയച്ചിട്ടില്ല. എന്തായിട്ടല്ലാതെ? ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് വഹി നൽകിയിട്ടല്ലാതെ. അതുകൊണ്ട് എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുവീൻ. ആരാധനയുടെ വിഷയത്തിലുള്ള ഏകത്വം, പ്രാർത്ഥനയുടെ വിഷയത്തിലുള്ള ഏകത്വം. മൂന്നാമത്തേത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, നാമങ്ങളുടെയും ഗുണവിശേഷണങ്ങളുടെയും കാര്യത്തിലുള്ള ഏകത്വം. സൂറത്തു അഅറാഫ് 18-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിച്ചു തരുന്നു, വലില്ലാഹിൽ
വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. ഏറ്റവും ഉത്തമമായ നാമങ്ങളെല്ലാം അല്ലാഹുവിനുള്ളതാണ്. അതുകൊണ്ട് ആ നാമങ്ങളെ മുൻനിർത്തി നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കൂ. തുല്യത ഒരു വിഷയത്തിലും അവന് മറ്റൊന്നുമായില്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. സൂറത്തു ശൂറ 11-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, ലൈസ കമിസ്ലിഹി ശൈ, അവനെപ്പോലെ യാതൊന്നുമില്ല. വഹുവസ് സമീഉൽ ബസീർ, എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണവൻ. ഈ 3 കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് തൗഹീദുർ റുബൂബിയ്യയും തൗഹീദുൽ ഉലൂഹിയ്യയും തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തും, അത് 3ഉം ഒരൊറ്റ ആയത്തിലൂടെ അല്ലാഹു വ്യക്തമാക്കി തന്നു. സൂറത്തു മറിയമിലെ 65-ാമത്തെ ആയത്തിലൂടെ റബ്ബുസ് സമാവാതി വൽ അർള് വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയ. അത് 3 അവിടെ വന്നു. സ്രഷ്ടാവ് എന്നുള്ള നിലക്കുള്ള അള്ളാഹുവിന്റെ ഏകത്വം, പടക്കുന്നവൻ ഉണ്ടാക്കുന്നവൻ അവൻ മാത്രമെന്നത്. 2, ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബ് ആരാണ്? അതുകൊണ്ട് ഫഅബ്ദുഹു, അവനെ ആകണം നിങ്ങൾ ആരാധിക്കുന്നത്. അതിൽ നിങ്ങൾ അടിയുറച്ച് നിലകൊള്ളണം, അവനുള്ള ആരാധനയിൽ. ഹൽ തഅലമു ലഹു സമീയ. 3-ാമത്തേത് അള്ളാഹുവിന്റെ ചോദ്യം, അവന് പേരൊത്തവൻ മറ്റാരാണുള്ളത്? അള്ളാഹുവിന്റെ നാമങ്ങൾക്കും ഗുണവിശേഷണങ്ങൾക്കും പങ്കു ചേർത്ത് പറയാൻ പറ്റുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തനാണവൻ, സകല സൃഷ്ടിജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനാണവൻ. അവനെ പോലെ എന്ന് മറ്റൊന്നിനെ ചേർത്തു പറയുക സാധ്യമേ അല്ല. അള്ളാഹ് കേൾക്കുന്ന പോലെ കേൾക്കുക, അള്ളാഹ് കാണുന്ന പോലെ കാണുക, അള്ളാഹു ഉത്തരം ചെയ്യുന്ന പോലെ ഉത്തരം ചെയ്യുക. ആ പോലേക്ക് അനുയോജ്യൻ ചേർന്നവൻ അല്ല അവൻ. കാരണം അവന് തുല്യമായി യാതൊന്നുമില്ല. അത് വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി സന്ദർഭങ്ങളിൽ പഠിപ്പിച്ചു തരികയും ചെയ്തു. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് വന്നു. കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. സംസാരത്തിനിടയിൽ പറഞ്ഞു, മാഷാ അല്ലാഹു വശിഅത, അല്ലാഹുവും താങ്കളും ഉദ്ദേശിച്ചാൽ, അല്ലാഹുവും താങ്കളും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള ഗൗരവത്തോടുകൂടി അയാളോട് തിരിച്ചു ചോദിക്കുകയാണ്, അജഅൽതനീ ലില്ലാഹി നിദ്ദാ, ഹേ മനുഷ്യ, താങ്കൾ എന്നെ അള്ളാഹുവിൽ പങ്കു ചേർത്തിരിക്കുകയാണോ? അള്ളാഹും താങ്കൾ ഉദ്ദേശിച്ചാൽ എന്ന് റബ്ബിന്റെ കൂടെ റസൂലിനെ ചേർത്തു പറഞ്ഞപ്പോ ഗൗരവത്തോടെ റസൂലുള്ള അദ്ദേഹത്തെ തിരുത്തുകയാണ്. നിങ്ങൾ അള്ളാഹുവിൽ എന്നെ പങ്കു ചേർക്കുകയാണോ? എന്നിട്ട് റസൂൽ തുടർന്ന് പറഞ്ഞു, മാഷാ അല്ലാഹു വഹ്ദാ, അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രം, അവൻ ഉദ്ദേശിച്ചത് മാത്രം. മറ്റ് നിരവധി ഹദീസുകളിലൂടെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനും അറിയാം, പിന്നീട് എനിക്കും അറിയാമെന്നല്ലാതെ നിങ്ങൾ പറയരുത്. സാധാരണ നമ്മൾ പലപ്പോഴും ശ്രദ്ധയില്ലാതെ പറയാറുള്ള ഒരു കാര്യമാണ്, ആ കാര്യം സാധിച്ചെടുക്കാൻ ഞാൻ പെട്ട പാടെത്രാന്ന് എനിക്കും പടച്ചോനെ അറിയുള്ളൂ. പലപ്പോഴും നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കാതെ പറയാറുള്ളൊരു പ്രയോഗമാണ്, അതിനുവേണ്ടി ഞാൻ സഹിച്ച പ്രയാസം എനിക്കും പടച്ചോനെ അറിയുള്ളൂ. നമുക്ക് കാണാം ഹദീസ് ഗ്രന്ഥങ്ങളിൽ പലതിലും ഒരു ബാബ് തന്നെ ഈ വിഷയത്തിലുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹ്ക്കറിയാം, പിന്നെ എനിക്കും അറിയാം എന്നേ പറയാൻ പാടുള്ളൂ. അവിടെ സുമ്മ എന്ന പ്രയോഗത്തിന് വളരെ ഗൗരവമുണ്ട്. കാരണം അള്ളാഹുവിന്റെ അറിവും എന്റെ അറിവും വ്യത്യസ്തമാണ്. അതുകൊണ്ട് എനിക്കും പടച്ചോനെ അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ 2 അറിവുകളും തുല്യപ്പെടുത്തി പാടില്ലാത്തതാണ്. അവിടെ നിങ്ങൾ സുമ്മ ചേർക്കണം. റസൂലുള്ളാഹിയുടെ കൽപ്പനയാണ്. അത്ര വ്യത്യസ്തമാണ് റബ്ബുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും, അവന്റെ ഓരോ ഗുണവിശേഷണങ്ങളും. അതുകൊണ്ട് വളരെ ഗൗരവപൂർവ്വം ഈ വിഷയത്തെ പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ അത് ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴേ ഇബാദുർ റഹ്മാനിൽ ഉൾപ്പെടാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഒരു തെളിവുമില്ല പടച്ചോനല്ലാത്ത ആളുകളോട് നിങ്ങൾക്ക് ചോദിക്കാൻ എന്നാണ് അള്ളാഹ് പറയുന്നത്. ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്ക്, എന്തിനു വേണ്ടിയാണ് ആളുകൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തെളിവുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി. കാരണം അങ്ങനെ സ്ഥാപിച്ചെങ്കിൽ മാത്രമേ സമൂഹത്തിൽ നടക്കുന്ന പല ബിസിനസ്സുകളും പച്ചപിടിക്കുള്ളൂ. മതത്തെ ഉപയോഗപ്പെടുത്തി പാവപ്പെട്ടവന്റെ പോക്കറ്റടിക്കുന്ന പല കച്ചവടങ്ങളും നിലനിൽക്കണമെങ്കിൽ എന്തു വേണം? റബ്ബല്ലാത്തവരോടും ചോദിക്കാമെന്ന് സ്ഥാപിക്കണം. പക്ഷെ ഗൗരവത്തോടുകൂടി അള്ളാഹ് പറയുന്നത് അങ്ങനെ പറയാൻ നിങ്ങൾക്ക് ഒരു തെളിവില്ല എന്നാണ്. അള്ളാഹു ചോദിക്കുന്നു, വിശുദ്ധ ഖുർആൻ സൂറത്തു മുഅ്മിനൂൻ 115 മുതലുള്ള ആയത്തിൽ, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബതൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, ഹേ മനുഷ്യന്മാരെ, നിങ്ങൾ
വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണ്, നിങ്ങൾ എന്റെ അടുക്കലേക്ക് മടങ്ങി വരൂല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ ഇലക്ട്രിക് ലൈനിൽ തട്ടി ഷോക്കേറ്റ് താഴോട്ട് വീണ് പിടഞ്ഞു ചാവുന്ന ഒരു കാക്കയെപ്പോലെ, വണ്ടിയുടെ ചക്രത്തിനടിയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞു പോകുന്ന ഒരു പട്ടിയെപ്പോലെ അങ്ങനെ മരണത്തോടുകൂടി അങ്ങ് തീർന്നു പോകുന്നതാണ് നിങ്ങളുടെ ജീവിതം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ സൃഷ്ടിപ്പ് വെറുതെയാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ ചോദ്യമാണ്. റബ്ബ് തന്നെ മറുപടി പറയുന്നു, ഫതആലല്ലാഹുൽ മലിക്കുൽ ഹഖ് ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ കരീം. രാജാതിരാജനായ റബ്ബ്, യഥാർത്ഥ സത്യമായ നാഥൻ, അവൻ എത്ര ഉന്നതനാണ്. അവനല്ലാതെ മറ്റ് യാതൊരു ഇലാഹുമില്ല. ആ അതിമഹത്തായ അർശിന്റെ ഉടമയാണ് ആ റബ്ബ്. അങ്ങനെ അള്ളാനെ കൃത്യമായി പരിചയപ്പെടുത്തിയ ശേഷം അടുത്ത ആയത്തിലൂടെ അള്ളാഹു പറയാണ്, വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ. അള്ളാഹുവിന്റെ കൂടെ മറ്റേതൊരു ഇലാഹിനോട് ആര് പ്രാർത്ഥിക്കുന്നുവോ, ലാ ബുർഹാന ലഹു ബി, അവന കാര്യത്തിൽ യാതൊരു തെളിവുമില്ല. പഠിച്ചവനല്ലാത്തവരോട് ദുആ ചെയ്യാൻ യാതൊരു തെളിവുമില്ല. ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബി, തീർച്ചയായും അവന്റെ വിചാരണ തന്റെ റബ്ബിന്റെ അടുക്കലാണ്. ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, നിഷേധികളായ ആളുകളെ അള്ളാഹു ഒരിക്കലും വിജയിപ്പിക്കുകയില്ല. അപ്പൊ പടച്ചോനല്ലാത്തവരോട് ദുആ നടത്താൻ മനുഷ്യരെ നിങ്ങൾക്ക് ഒരു തെളിവുമില്ല എന്നല്ല പറയുമ്പോ മനുഷ്യരിവിടെ തെളിവ് അന്വേഷിച്ച് നടക്കുകയും അതിന്റെ പേരിൽ സംവാദങ്ങൾ പോലും സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ വളരെ കൃത്യമായി അള്ളാഹു നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, ളുരിബ മസൽ, ഇതാ ഒരു ഉദാഹരണം പറയപ്പെടുന്നു. ഫസ്തമിഊ ലഹു, നിങ്ങളത് കാത് കൂർപ്പിച്ച് കേട്ടുകൊള്ളൂ. അല്ലാഹു പറയാണ്, ഇതാ ഒരു ഉദാഹരണം പറയാൻ പോവാണ്, ശ്രദ്ധിച്ച് കേട്ടുകൊള്ളൂ. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബാ, തീർച്ചയായും അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരോടൊക്കെ ദുആ ചെയ്യുന്നുവോ അവരൊരു ഈച്ചയെപ്പോലും സൃഷ്ടിച്ചിട്ടില്ല. വലവിജ്തമഊ ലഹു, അവരൊന്നിച്ച് അതിനൊരുമിച്ച് കൂടിയാലും ശരി, അല്ലാത്ത ബാക്കി ആരൊക്കെയുണ്ടോ അവരൊക്കെ ഒരുമിച്ച് കൂടിയാലും ഒരു ഈച്ചയെപ്പോലും ഉണ്ടാക്കാൻ കഴിയില്ല. വഇൻ യസ്ലുബ്ഹു ദുബാബു ശൈഅൻ ലാ യസ്തൻഖിദൂഹു മിൻഹു, ഒരു ഈച്ച വല്ലതും അവരുടെ അടുക്കൽ നിന്ന് എടുത്തുകൊണ്ടുപോയാൽ അത് തിരികെ കൊണ്ടുവരാനും റബ്ബല്ലാത്ത ഈ ശക്തികൾ ഒരുമിച്ച് കൂടിയാൽ അവർക്ക് കഴിയില്ല. ലൗഫത്വാലിബു വൽ മത്ലൂബ്, ഈ തേടുന്നവരും തേടപ്പെടുന്നവരും എത്ര ദുർബലരാണ്. അല്ലാഹു റബ്ബുൽ ആലമീനായ, റബ്ബുൽ അർശുൽ കരീമായ, ഖാലിഖും അതുപോലെ തന്നെ ബാരിയും മുസവ്വിറുമായിട്ടുള്ള, അലീമും ഖദീറുമായിട്ടുള്ള ആ റബ്ബിനെ പോലെ എന്ന് പലരെയും കുറിച്ച് മനുഷ്യൻ പറയാൻ കാരണം, ആ റബ്ബ് സഹായിക്കുന്ന പോലെ സഹായിക്കുമെന്ന് പറയാൻ കാരണം എന്താ കാരണം? തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, മാ ഖദറുല്ലാഹ ഹഖ്ക ഖദരി, മാ ഖദറുല്ലാഹ ഹഖ്ക ഖദരി, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടുന്ന വിധത്തിൽ അവർ മനസ്സിലാക്കിയില്ല, റബ്ബിനെ കണക്കാക്കേണ്ടുന്ന വിധത്തിൽ അവർ കണക്കാക്കിയില്ല. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, തീർച്ചയായും അള്ളാഹു അങ്ങേയറ്റം കഴിവുള്ളവനും പ്രതാപശാലിയാണ്. ആ പടച്ചോനെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പലരെയും സാമ്യതപ്പെടുത്തുന്നത്. പലരും പടച്ചോനാണ് എന്ന് വരെ അല്ലാഹു അല്ലാത്ത ആളുകളെ കുറിച്ച് വിശേഷണങ്ങൾ നൽകുന്നിടത്തേക്ക് വരെ മനുഷ്യനെത്താൻ കാരണം അള്ളാഹനെ മനസ്സിലാക്കിയില്ല എന്നതാണ്. അതുകൊണ്ടാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ പറയണം എന്നല്ല അള്ളാഹിന്റെ കൽപ്പന, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ അറിയണം എന്നാണ്. ഈ ലോകത്തെ മുന്നിൽ വെച്ച്, പ്രമാണങ്ങളെ മുന്നിൽ വെച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നീ പറയേണ്ടതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോ നിന്റെ മനസ്സിനുണ്ടാകുന്ന ഒരു സമാധാനമുണ്ട്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ മുറുകെ പിടിക്കുമ്പോ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അത് വേറെ എവിടെ നിന്നും നിനക്ക് ലഭിക്കുകയില്ല. അത് കൈവിട്ടുപോയാൽ മനുഷ്യന്റെ അവസ്ഥ വളരെ ദയനീയമാണ്, വളരെ ദയനീയമാണ്. അതുകൊണ്ടാണ് ഇത്ര ഗൗരവത്തിലൂടെ ഈ കാര്യം അള്ളാഹു നമുക്ക് വ്യക്തമാക്കി തരുന്നത്.
പൂർവികരായ മഹാത്മാക്കൾ ആ വിഷയം അത്ര ഗൗരവത്തോടുകൂടി വ്യക്തമാക്കി തന്നിട്ടുള്ളത്. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം മകന് നൽകിയ ഉപദേശം എന്താണ്? സൂറത്തുൽ ലുഖ്മാനിൽ വളരെ കൃത്യമായി അല്ലാഹു പഠിപ്പിക്കുന്നു, വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം. ലുഖ്മാൻ അലൈഹിസ്സലാം മകനെ വിളിച്ചിട്ട് സ്നേഹപൂർവ്വം നൽകുന്ന ഉപദേശം, യാ ബുനയ്യ, പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത് കേട്ടോ. ഇന്ന ശിർക ലദുൽമുൻ അളീം, തീർച്ചയായും അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നത് അതീവ ഗൗരവതരമായ അക്രമമാണ് എന്നാണ്. മാത്രമല്ല, എന്തായിരിക്കാം മനുഷ്യന്റെ അവസ്ഥ? തൗഹീദുള്ളവന് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധിക്കും. കാരണം ഇബ്രാഹിം നബിയെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ റബ്ബാണ് എന്റെ റബ്ബ് എന്നവന്റെ മനസ്സിൽ ഉറച്ച വിശ്വാസം അവനുണ്ട്. മദിയനിലെ മരുഭൂമിയിൽ മൂസ അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയ റബ്ബാണ് എന്റെ റബ്ബ് എന്ന ഉറച്ച വിശ്വാസം അവനുണ്ട്. മത്സ്യവയറ്റിൽ വെച്ച് യൂനുസ് അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയ റബ്ബാണ് എന്റെ റബ്ബ് എന്ന ഉറച്ച വിശ്വാസം അവനുണ്ട്. അവനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാ ഇറങ്ങിയത്. അതുകൊണ്ടൊരു കറുത്ത പൂച്ച ക്രോസായി ഓടിയാൽ അവന് ബേജാറുണ്ടാകൂല. വയനാട്ടിലേക്ക് പോകുമ്പോൾ ഒടുങ്ങാക്കാട്ടിൽ എത്തുമ്പോൾ നാണയം എറിയണം എന്ന ചിന്ത അവനുണ്ടാകില്ല. കാരണം ഏൽപ്പിച്ചത് റബ്ബിലാണ്, പടച്ചവനാണ്. അതില്ലാത്ത മനുഷ്യന്റെ അവസ്ഥ എന്താകും? സൂറത്തു ഹജ്ജിൽ 31-ാമത്തെ ആയത്തിൽ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ അവരുടെ പ്രത്യേകത പറഞ്ഞ ശേഷം അല്ലാഹു പറയാണ്, അവർ റബ്ബിന്റെ കാര്യത്തിൽ ഋജുമനസ്കരായ ആളുകളാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത ആളുകളാണ്, ഒരിക്കലും ശിർക്ക് ചെയ്യാത്ത ആളുകളാണ്. എന്നിട്ട് തുടർന്ന് ശിർക്കിന്റെ ഗൗരവം അല്ലാഹു പറയുന്നു, വമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ് സമാ ഫതഖ്തഫുഹു അത്വയ്ർ ഔ തഹ്വീ ബിഹിർ റീഹു ഫീ മകാനിൻ സഹീഖ്. ആര് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നുവോ അവന്റെ അവസ്ഥ എന്താണ്? ഉപരിഭാഗത്തുനിന്ന് താഴോട്ട് വീണവനെ പോലെ, ആകാശത്തുനിന്ന് പതിച്ചവനെ പോലെ. ഒന്നുകിൽ പക്ഷി അവനെ റാഞ്ചിക്കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ കാറ്റ് വിദൂരമായ സ്ഥലത്തേക്ക് അവനെ വഹിച്ചുകൊണ്ടു. എവിടെ ഒരു പിടുത്തവും ഉണ്ടാവില്ല, എവിടെ ഒരു പിടുത്തം ഉണ്ടാവില്ല. രോഗം വന്ന് കുറെ ചികിത്സിച്ചു, എന്നാ അയൽവാസി പറയൂ ഒന്ന് മടവൂര് പോയി നോക്കാം. അവിടെ പോയി കുറെ പൈസ യാത്ര ചെലവൊക്കെ നടത്തി, സുഖമുണ്ടായില്ല. അടുത്ത ആള് പറയും എങ്കിലൊന്ന് നാഗോറിൽ പോയി നോക്കാം, അല്ല അജ്മീറിൽ പോയി നോക്കാം. എവിടെ പോയാലും ഒരു സമാധാനം ഉണ്ടാവില്ല. എത്രയെത്ര തീർത്ഥയാത്രകൾ നടത്തിയാൽ ഒരു സമാധാനം ഉണ്ടാവില്ല. തൗഹീദ് ഉൾക്കൊണ്ട മനുഷ്യൻ ഓരോന്ന് അനുഭവിക്കുമ്പോഴും മനസ്സിലാക്കും ഇതെന്റെ റബ്ബിന്റെ പരീക്ഷണാണ്. ആ റബ്ബ് ഫഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം, ഞാൻ സമീപസ്ഥനാണ്. ഏറ്റവും അടുത്ത്, എന്നോട് ഏറ്റവും അടുത്ത് എന്റെ റബ്ബുണ്ട്. അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്. അവനെപ്പോലെ എന്റെ രോഗം സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരാളുമില്ല. അവനെപ്പോലെ എന്റെ കടബാധ്യതയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരാളുമില്ല. അതാണ് ഈമാനിന്റെ മാധുര്യം. 3 കാര്യങ്ങളുണ്ടെങ്കിൽ ഈമാനിന്റെ രുചി അറിയാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. ദാഖത്തുൽ ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക, അത് വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും അല്ലാഹുവിനെ അറിഞ്ഞ് അവനിൽ സമർപ്പിക്കുക. അപ്പോൾ ലഭിക്കുന്ന ഈമാനിന്റെ ഒരു മാധുര്യമുണ്ട്. 2, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടുക. ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളിലും എന്റെ മാർഗദർശനം പരിശുദ്ധ ഇസ്ലാം, അത് ഉൾക്കൊള്ളുക. അപ്പോഴുണ്ടാകുന്ന ഹൃദയത്തിന്റെ ഒരു ആനന്ദമുണ്ട്. 3, ജീവിതത്തിലെ ഓരോ വിഷയത്തിലും എന്റെ മാതൃക 14 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചു പോയ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തേതിന് തുല്യമായ ഒരു വ്യക്തിത്വം, അവിടുത്തേതിന് തുല്യമായ ഒരു മാതൃക എന്റെ മുമ്പിലില്ല. അതുകൊണ്ട് ഓരോ കാര്യത്തിലും എനിക്ക് പകർത്താനുള്ള സുന്നത്ത് അവിടുത്തെ സുന്നത്താണ്. ആ റസൂലിനെ സ്നേഹിക്കുന്നതിലൂടെ, ആ സുന്നത്തിനെ പകർത്തുന്നതിലൂടെ മനസ്സിൽ ലഭിക്കുന്ന ഒരാനന്ദം. ഇത് 3 ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് ഈമാനിന്റെ രുചി അറിയാൻ സാധിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇതില്ലാത്തവന് ഇവിടെ മേൽക്കൂരയിൽ നിന്ന് അഥവാ വാനലോകത്ത് നിന്ന് താഴോട്ട് പതിച്ചിട്ട് എവിടെയും പിടുത്തം കിട്ടാതെ കാറ്റത്ത് പാറിപ്പോകുന്ന പക്ഷി റാഞ്ചിക്കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഉണ്ടായിത്തീരുക. അതുകൊണ്ട് ഇബാദുർ റഹ്മാന്റെ ഗുണമായി അള്ളാഹു വിശദീകരിച്ച റബ്ബല്ലാത്ത മറ്റൊരാളോടും പ്രാർത്ഥിക്കാത്ത, അവന്റെ മുമ്പിലല്ലാതെ മറ്റൊരാളുടെ മുമ്പിലും ഇബാദത്തുകൾ സമർപ്പിക്കാത്ത, ദുഃഖങ്ങളും വ്യതകളും അവന്റെ മുമ്പിലല്ലാതെ
അല്ലാതെ മറ്റൊരാളുടെ മുമ്പിലും തുറന്നു വെച്ച് സഹായത്തിനു വേണ്ടി അപേക്ഷിക്കാത്ത ആ തൗഹീദിന്റെ മാധുര്യം ഉൾക്കൊള്ളുക എന്നതാണ്. തീർച്ചയായും പൂർവികരായ മഹാന്മാക്കളായ ആളുകൾ ആ കാര്യം വളരെ ഗൗരവത്തോടുകൂടി നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു, വലാ ഷൈഉൻ അഹബ്ബു ഇലല്ലാഹി മിനത്ത് തൗഹീദി വലാ ഷൈഉൻ അബ്ഗള ഇലൈഹി മിനശ് ശിർക്ക്. തൗഹീദിനോളം അല്ലാഹ്ക്ക് ഇഷ്ടമുള്ള മറ്റൊന്നുമില്ല, ശിർക്കിനോളം അല്ലാഹ്ക്ക് കോപമുള്ള മറ്റൊന്നുമില്ല. അതുകൊണ്ട് തൗഹീദിന്റെ ജീവിക്കുന്ന മാതൃകയായി അല്ലാഹുവിന്റെ ഇഷ്ടം നമ്മൾ നേടുക. ശിർക്കിൽ നിന്ന് സമ്പൂർണമായി മോചിതരായി പടച്ച തമ്പുരാന്റെ പ്രീതി കാംക്ഷിച്ചെടുക്കാൻ വേണ്ടി നാം കാംക്ഷിക്കുകയും നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. റഹ്മാനായ നാഥൻ എല്ലാം റബ്ബിന്റെ മുമ്പിൽ മാത്രം സമർപ്പിക്കുന്ന തൗഹീദിന്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ ഇബാദുർ റഹ്മാനിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صلى الله على النبي وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇബാദുർ റഹ്മാന്റെ വിശേഷണങ്ങൾ പറഞ്ഞിടത്ത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറഞ്ഞതിന്റെ അനുബന്ധമായി ആ ആയത്തിൽ അള്ളാഹു തുടർന്ന് പറയുന്നത്, വലാ യഖ്തുലൂനൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. ന്യായപ്രകാരമല്ലാതെ അന്യായമായി ഒരിക്കലും തന്നെ ഒരു ജീവനെയും വധിക്കാത്ത, ഒരിക്കലും തന്നെ അത്തരത്തിൽ ജീവനെടുക്കുന്ന കാര്യത്തിന് തയ്യാറാകാത്തവരാണ് അവർ എന്നതാണ്. അഥവാ മനുഷ്യവധം എന്ന പാപം ഒരിക്കലും സംഭവിക്കാത്തവർ. പരിശുദ്ധ ഇസ്ലാം ജീവന് ഏറെ വില കൽപ്പിച്ചിരിക്കുന്ന ഒരു മതമാണ്. ലോകത്ത് നടന്ന ഒന്നാമത്തെ കൊലപാതകം സൂറത്തു മാഇദ 27 മുതൽ 30 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിന്റെ 2 സന്തതികൾ, ഒരാളുടെ ബലി സ്വീകരിക്കപ്പെടുകയും മറ്റേയാളെടുത്ത് സ്വീകരിക്കപ്പെടാതിരിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ ഒരു സഹോദരൻ മറ്റേ സഹോദരനെ കൊല ചെയ്യുന്നു. ലോകത്ത് നടന്ന ഒന്നാമത്തെ കൊലപാതകം. ഈ സംഭവം വിശദീകരിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലോകത്ത് അന്ത്യനാള് വരെ നടക്കുന്ന മുഴുവൻ കൊലപാതകത്തിന്റെയും ശിക്ഷ തീർച്ചയായും ഈ ഒന്നാമത്തെ കൊല നടത്തിയ മനുഷ്യന് ലഭിക്കും എന്നതാണ്. കാരണം മനുഷ്യത്വത്തിനെതിരായ ആ വലിയ പാതകത്തിന് തുടക്കം കുറിച്ചത് ആ മനുഷ്യനാണ് എന്നതുകൊണ്ട്. ഈ കാര്യം വിശദീകരിച്ച ശേഷം സൂറത്തു മാഇദ 32-ാമത്തെ ആയത്തിൽ തുടർന്ന് അല്ലാഹു പറയുന്നു, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർള് ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യൻ നാസ ജമീഅ. ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ വാളുകൊണ്ട് പ്രചരിച്ച മതമാണ്. ഇസ്ലാമിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ തന്നെ യുദ്ധമാണ്. മുഹമ്മദ് യുദ്ധക്കൊതിയനായിരുന്നു. നഊദുബില്ല. അങ്ങനെയൊക്കെയുള്ള പ്രചരണങ്ങൾ വ്യാപകമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വളരെ കൃത്യമായി ജീവന്റെ വിലയെ സംബന്ധിച്ച്, യുദ്ധത്തോടുള്ള ഇസ്ലാമിന്റെ നിലപാടിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. ആദം അലൈഹിസ്സലാമിന്റെ 2 സന്തതികൾ തമ്മിലുള്ള ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നടന്ന കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം അല്ലാഹു പറയാണ്, അന്യായമായി ഒരാൾ മറ്റൊരാളെ കൊന്നാൽ കൊലക്ക് പകരം കൊല, അത് ഇസ്ലാമിക ഗവൺമെന്റ് നിയമപരമായി അതിന്റെ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അതുപോലെ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകൾക്കുള്ള വധശിക്ഷ ഇസ്ലാമിക ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമായി ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കാരണങ്ങളാൽ അല്ലാതെ അന്യായമായി ഒരാൾ മറ്റൊരാളെ വധിച്ചാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ്. ഒരാളെ ജീവിക്കാൻ അനുവദിച്ചാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ജീവിക്കാൻ അനുവദിച്ചതിന് തുല്യമാണ്. ഇതാണ് മനുഷ്യവധത്തിന്റെ കാര്യത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. മാത്രവുമല്ല, 7 മഹാപാപങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്തനിബുസ് സബ്അൽ മൂബിഖാത്ത്. 7 മഹാപാപങ്ങളെ നിങ്ങൾ ഒഴിവാക്കണം. ഖാലൂ യാ റസൂലല്ലാഹ് വമാ ഹുന്ന. അത് കേട്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു, ഏതാണ് റസൂലേ അക്കാര്യം? 7 കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ എണ്ണി പറഞ്ഞു. അശ്ശിർക്കു ബില്ലാഹ് വസ്സിഹ്ർ,
ഒന്ന് അള്ളാഹുവിൽ പങ്കു ചേർക്കുക, 2 മാരണം. മൂന്നാമതായി അവിടെ പഠിപ്പിച്ചത് ഏതാണ്? വഖത്ലുൻ നഫ്സില്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അള്ളാഹു പവിത്രമാക്കിയ ആത്മാക്കളെ അന്യായമായി കൊല ചെയ്യുക. 7 മഹാപാപങ്ങളിൽ ഒന്നായിട്ടാണ് മനുഷ്യവധത്തെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. കൊല്ലേണ്ടതില്ല, ആയുധം ചൂണ്ടാൻ പോലും പാടില്ല എന്നാണ്. ആയുധം ചൂണ്ടുന്നത് പോലും പാതകമായിട്ടാണ് പരിശുദ്ധ ദീൻ പഠിപ്പിച്ചത്. ഇമാം മുസ്ലിം റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അശാറ ഇലാ അഖീഹി ബിഹദീദത്തിൻ ഫഇന്നൽ മലായികത തൽഅനുഹു ഹത്താ വഇൻ കാന അഖാഹു ലിഅബീഹി വഉമ്മിഹി. ഒരു സഹോദരൻ മറ്റൊരാളുടെ നേരെ ആയുധം ചൂണ്ടാണ്. അത് സ്വന്തം മാതാപിതാക്കൾക്ക് പിറന്ന സഹോദരനാണെങ്കിൽ പോലും ആ സമയം എന്ത് ചെയ്യും? അള്ളാന്റെ മലക്കുകൾ അവനെതിരെ ശപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആയുധം ചൂണ്ടാൻ പാടില്ല. കൈകൊണ്ടോ നാവ് കൊണ്ടോ ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ് റസൂൽ പഠിപ്പിച്ചത്. ആരാണ് മുസ്ലിം? മുസ്ലിം ആര് എന്നതിന് ഒറ്റ വാചകത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരണം നൽകി. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഏതൊരാളുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റുള്ള മുസ്ലിങ്ങൾ സുരക്ഷിതരാണോ, രക്ഷപ്പെട്ടിട്ടുണ്ടോ, അവരാണ് മുസ്ലിം. എന്റെ കൈകൊണ്ട് ഇന്നേ വരെ ഒരാളെ മർദ്ദിച്ചിട്ടില്ല എന്നെനിക്ക് ഉറപ്പുവരുത്താൻ കഴിയെങ്കിൽ, എന്റെ നാവ് കൊണ്ട് ഒരാളെയും ഇന്നേ വരെ മനസ്സ് വേദനിപ്പിച്ചിട്ടില്ല, കരയിപ്പിച്ചിട്ടില്ല എന്നെനിക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്നെങ്കിൽ മാത്രമാണ് ഞാൻ മുസ്ലിമാകുന്നത്. ആയുധം ചൂണ്ടാൻ പാടില്ല, മർദ്ദിക്കാൻ പാടില്ല. പരലോകത്ത് കൃത്യമായ വിചാരണയുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി പറഞ്ഞു, അവ്വലു മാ യുഖ്ലാ ബൈനൻ നാസി ബിദ്ദിമാ. പരലോകത്ത് ആദ്യം വിധി കൽപ്പിക്കപ്പെടുന്ന കാര്യം രക്തച്ചൊരിച്ചിലിന്റെ വിഷയമായിരിക്കും എന്നുള്ളതാണ്. രക്തം ചൊരിഞ്ഞ കാര്യത്തിലാണ് ആദ്യം വിചാരണ നേരിടേണ്ടി വരിക എന്നത്. സഹോദരന്മാർ ഒരു തുണ്ട് ഭൂമിയുടെ പേരിൽ, അയൽക്കാർ ഒരു തുണ്ട് ഭൂമിയുടെ പേരിൽ, എത്ര നിസ്സാരമായ കാര്യത്തിന്റെ പേരിലാണ് ഇന്ന് കൊലപാതകം നടത്തും. അന്ത്യനാളിന്റെ അടയാളം പഠിപ്പിച്ച സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യം കാണിച്ചിട്ട് യക്സുറുൽ ഹർജ് എന്ന് പറഞ്ഞത്. എന്താണത് എന്ന് ചോദിച്ചപ്പോ യഖ്തുലു ബഅ്ദുഹും ബഅ്ദാ. പരസ്പരം മനുഷ്യർ കൊല്ലും. എന്തിനു വേണ്ടി? ഞാൻ അവനെ കൊന്നു എന്ന് കൊന്നവനോ അറിയാത്ത വിധത്തിലുള്ള അത്തരം നിസ്സാരമായ കാര്യത്തിനു വേണ്ടി കൊലപാതകം ലോകത്ത് വർദ്ധിക്കും അന്ത്യനാൾ അടുക്കുമ്പോൾ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ വിഷയം ഗൗരവതരമാണ്. രക്തം ചിന്താൻ പാടില്ല, ആയുധം ചൂണ്ടാൻ പാടില്ല, മർദ്ദനങ്ങൾ നടത്താൻ പാടില്ല. സഹോദര്യത്തിന്റെ മതമാണ് ഇസ്ലാം. ഒരു പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യനെ മാത്രല്ല, ഗർഭാശയത്തിലെ ഭ്രൂണത്തിന്റെ കാര്യത്തിൽ പോലും ആ സൂക്ഷ്മത വേണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. നമുക്കറിയാം, ആധികാരിക കണക്കുകൾ അനുസരിച്ച് ലോകത്ത് ഓരോ വർഷവും ശരാശരി 5 കോടിയോളം കുഞ്ഞുങ്ങൾ ഈ ഭൂമിയുടെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കാനുള്ള അവസരം ലഭിക്കാതെ ഗർഭാശയത്തിൽ വെച്ച് നശിപ്പിക്കപ്പെടുന്നവരാണ്. പുരോഗമിച്ച മനുഷ്യന്റെ ഏറ്റവും വലിയ ആധുനിക കാലഘട്ടത്തിൽ അവൻ കാണിക്കുന്ന ക്രൂരത, ഭ്രൂണഹത്യ. 1400 കൊല്ലം മുമ്പ് വിശുദ്ധ ഖുർആനിൽ 17-ാമത്തെ അധ്യായം 31-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പഠിപ്പിച്ചു, വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ്. ദാരിദ്ര്യം ഭയന്നിട്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുത് കേട്ടോ. പെൺകുഞ്ഞാണ്, ബാധ്യതയാണ്, സ്ത്രീധനം കൊടുക്കേണ്ടി വരും. ഇതൊക്കെ വിചാരിച്ചിട്ടാണല്ലോ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഭ്രൂണം നശിപ്പിച്ചു കളയുന്നത്. ആ ജാതി ഏർപ്പാട് നിങ്ങൾ ചെയ്യരുത്. നഹ്നു നർസുഖുഹും വഇയ്യാകും. അവർക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് നാമാണ്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ. തീർച്ചയായും അവരെ അങ്ങനെ കൊന്നുകളയുക, കുട്ടികളെ കൊന്നുകളയുക എന്ന് പറയുന്നത് വലിയ അക്രമമാണ് കേട്ടോ എന്ന് കാരുണ്യത്തിന്റെ മതമായ ഇസ്ലാം 1400 വർഷങ്ങൾക്ക് മുമ്പേ ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ള ആശയമാണ്. കുഞ്ഞുങ്ങളെ കൊല്ലരുത്, മനുഷ്യവധം പാടില്ല. ജീവൻ വിലപ്പെട്ടതാണ്. അത് മനുഷ്യരുടെ കാര്യത്തിൽ മാത്രമല്ല, സകല ജീവികളുടെയും വിഷയത്തിൽ ഈ കാരുണ്യം നിലനിർത്തണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ഫീ കുല്ലി ഖബദിൻ റത്ബത്തുൻ അജർ. പച്ചക്കരളുള്ള സകലത്തിനോടും കരുണ കാണിക്കണം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം. വണ്ടി ഓടിച്ചു പോവുകയാണ്, അങ്ങാടിയിൽ 100 കണക്കിന് പൂച്ച ഉണ്ട്, അതിലൊരു പൂച്ച ക്രോസ് ഓടുകയാണ്. ഒരു പൂച്ചയല്ലേ ഒന്ന് ചതഞ്ഞരഞ്ഞു പോയാൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കാൻ ഒരു മുഅ്മിന് സാധിക്കൂല. അതൊരു ജീവനാണ്. എന്റെ വണ്ടി കാരണം ഒരു പൂച്ച അന്യായമായി അതിന്റെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത്.
അത് അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതാണെങ്കിൽ സ്വാഭാവികം. മനഃപൂർവ്വം ഒരു ജീവിയെ കൊല്ലുക, ഭക്ഷണത്തിന് വേണ്ടി കൊല്ലാം, ഉപദ്രവമുള്ള വസ്തുക്കളെ കൊല്ലാം, അതല്ലാതെ ഒരു ഹരത്തിനു വേണ്ടി അല്ലെങ്കിൽ നിസ്സാരമായി കണ്ടിട്ട് പടച്ചവന് മാത്രം നൽകാൻ സാധിക്കുന്ന ജീവൻ നശിപ്പിക്കാൻ നമുക്ക് അവകാശമല്ല സഹോദരങ്ങളെ. ജീവൻ ആദരിക്കണം. പട്ടിണി കിടക്കുന്ന ഏത് ജീവിയാണെങ്കിലും അതിന് ആഹാരം നൽകണം എന്ന് പഠിപ്പിച്ച കാരുണ്യത്തിന്റെ മതമാണ് ഇസ്ലാം. അതുകൊണ്ട് ഇബാദുർ റഹ്മാൻ ഉയർത്തിപ്പിടിക്കേണ്ടുന്ന ജീവിതത്തിലെ മൂല്യം കൊലപാതകത്തിനെതിരെയുള്ള കാരുണ്യത്തിന്റെ സന്ദേശം, അക്രമത്തിന്റെ ആളുകളോട് അരുത് എന്ന് പറയാനുള്ള ത്രാണി നമ്മിലുണ്ടാകുമ്പോഴേ നമ്മൾ ഈ പറഞ്ഞ ഗുണത്തിന്റെ ഉടമകളായി മാറുന്നുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഈ പരിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാരുണ്യം, സഹോദര്യം, സൗഹൃദം അത് നാം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. തുടർന്നുള്ള വിഷയങ്ങൾ ഇൻഷാ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ തുടർന്നുള്ള സന്ദർഭങ്ങളിൽ വിശദമായി നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, യഥാർത്ഥമായ വിശ്വാസത്തെ മുറുകെ പിടിച്ച് തൗഹീദിന്റെ മാധുര്യം അനുഭവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാവിധ പാപങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ നബിയ്യി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أصلح لنا ديننا الذي هو عصمة أمرنا، وأصلح لنا دنيانا التي فيها معاشنا، وأصلح لنا آخرتنا التي فيها معادنا، واجعل الحياة زيادة لنا في كل خير، واجعل الموت راحة لنا من كل شر. اللهم اجعل القرآن ربيع قلوبنا يا رب العالمين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم انصر المجاهدين في فلسطين. اللهم انصر إخواننا في فلسطين. اللهم اشف مرضاهم وتقبل شهداءهم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين.